രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്ത ഒരു കരടിയുണ്ട്. പേര് വോയ്ടെക്. ഏത് സാഹചര്യത്തിലാണ് വോയ്ടെക്കിന് മിലിറ്ററിയിൽ ചേരേണ്ടി വന്നതെന്നും യുദ്ധമുഖത്ത് വോയ്ടെക്കിന്റെ ജോലി എന്തായിരുന്നുവെന്നും പിന്നീട് ഈ കരടിക്ക് എന്ത് സംഭവിച്ചുവെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 1939 സെപ്റ്റംബർ 1 പോളണ്ടിനെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ജർമ്മനിയും കിഴക്ക് ഭാഗത്തു നിന്ന് സോവിയറ്റ് യൂണിയനും വളഞ്ഞു. ഗത്യന്തരമില്ലാതെ പോളണ്ട് ഇവർക്ക് മുമ്പിൽ കീഴടങ്ങി. ജർമ്മനിയും സോവിയറ്റ് യൂണിയനും പരസ്പര ധാരണയിൽ പല പ്രദേശങ്ങളും പങ്കുവച്ചു. 40,000-ഓളം വരുന്ന പോളിഷ് പട്ടാളക്കാരെ സൈബീരിയയിലെ വർക്കിംഗ് ക്യാമ്പുകളിലേക്ക് അയച്ചു. എന്നാൽ പിന്നീട് 1941 ഹിറ്റ്ലർ 1939 ഉണ്ടാക്കിയ സോവിയറ്റ് ജർമ്മൻ പാക്ട് ലംഘിച്ചതോടുകൂടി സ്റ്റാലിൻ സൈബീരിയയിലേക്ക് അയച്ച പോളിഷ് പട്ടാളക്കാരെ റിലീസ് ചെയ്യുകയും അവരെ ജർമ്മനിക്കെതിരെ തങ്ങളോടൊപ്പം നിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇറാനിലേക്ക് തിരിച്ച പോളിഷ് പട്ടാളക്കാർ യാത്രാമധ്യേ ഒരു ആട്ടിടയൻ തന്റെ പിറകിൽ ഒരു വലിയ സഞ്ചി കെട്ടി വെച്ചുകൊണ്ട് പോകുന്നതായി കണ്ടു. അടുത്തെത്തി കാര്യം അന്വേഷിച്ചപ്പോൾ അതൊരു കരടിക്കുട്ടിയാണെന്നും അതിന്റെ അമ്മയെ ആരോ വേട്ടയാടിയെന്നും അതുകൊണ്ട് താൻ എടുത്തുകൊണ്ട് വന്നതാണെന്നും പറഞ്ഞു. ഇതിൽ 2 പട്ടാളക്കാർക്ക് ഈ കരടിക്കുട്ടിയെ ഇഷ്ടപ്പെടുകയും അവർ അയാളിൽ നിന്ന് അതിനെ ദത്തെടുക്കുകയും ചെയ്തു. ശേഷം ഇവർ നൽകിയ പേരാണ് വോയ്ടെക്. ഈ പേരിന്റെ അർത്ഥം സന്തോഷവാനായ സൈനികൻ എന്നായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ വോയ്ടെക് സൈനികരുമായി അടുത്തു. പൂർണ്ണമായും സൈനിക ക്യാമ്പുകളിലായി വോയ്ടെക്കിന്റെ ജീവിതം. സൈനികർ കൊടുക്കുന്നതൊക്കെ കഴിച്ചും അവരോട് അടിപിടി കൂടിയുമൊക്കെ കുറച്ചു കാലം മുന്നോട്ട് പോയപ്പോൾ യുദ്ധത്തിനായി പട്ടാളക്കാർക്ക് പലസ്തീനിലേക്ക് പോകേണ്ടി വന്നു. വോയ്ടെക്കിനെയും അവർ കൂടെ കൂട്ടി. അവരുടെ ആർമി ട്രൂപ്പിന്റെ പേര് 22nd ട്രാൻസ്പോർട്ട് കമ്പനി എന്നായിരുന്നു. ട്രൂപ്പ് ഓരോ സ്ഥലം മാറി പോകുമ്പോഴും വോയ്ടെക്കിനെയും കൂടെ കൂട്ടിയിരുന്നു. ആദ്യമൊക്കെ ജീപ്പിലായിരുന്നു യാത്ര. എന്നാൽ പിന്നീട് വോയ്ടെക്കിന് വേണ്ടി ഒരു പ്രത്യേക ട്രക്ക് തന്നെ ഉണ്ടാക്കി. 1943 ഇറ്റലിയിലേക്ക് പോകേണ്ടി വന്ന 22nd ട്രാൻസ്പോർട്ട് കമ്പനിക്ക് വോയ്ടെക്കിനെ കൊണ്ടുപോകാനുള്ള അനുമതി ലഭിച്ചില്ല. യുദ്ധമുഖത്തേക്ക് മൃഗങ്ങളെ കൊണ്ടുപോകാൻ പാടില്ല എന്ന വ്യവസ്ഥയായിരുന്നു ഇതിനു കാരണം. എന്നാൽ മണിക്കൂറുകൾക്കകം തങ്ങളുടെ പ്രിയപ്പെട്ട വോയ്ടെക്കിനെ അവർ ഒരു സോൾജിയറാക്കി മാറ്റി. വോയ്ടെക്കിനെ ഒഫീഷ്യലായി തന്നെ ഒരു പോളിഷ് ആർമി അംഗമാക്കിക്കൊണ്ട് ഉത്തരവിറക്കി. സ്വന്തമായി സീരിയൽ നമ്പറും ശമ്പളവും എല്ലാം ഉള്ള ഒരു പട്ടാളക്കാരൻ. ഇതോടെ വോയ്ടെക്കിന് ഇറ്റലിയിലേക്ക് പോകാനുള്ള അനുമതി ലഭിച്ചു. 1944 നടന്ന മൗണ്ട് കാസിനോ യുദ്ധത്തിൽ ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമയം വലിയ ഷെല്ലുകളും മറ്റും ചുമലിലേന്തി പോകുന്ന പട്ടാളക്കാരെ കണ്ടപ്പോഴാണ് താനും ഒരു പട്ടാളക്കാരനാണെന്നുള്ള ബോധം വോയ്ടെക്കിന് വന്നത്. ഭാരം കൂടിയ ഷെല്ലുകൾ ചുമലിലേന്തി അവനും അവർക്കൊപ്പം ചേർന്നു. ഇത് കണ്ട പട്ടാളക്കാർ സ്തബ്ധരായിപ്പോയി. വോയ്ടെക്കിന്റെ പ്രവൃത്തി അവരുടെ മനസ്സ് നിറച്ചു, കൂടെ കണ്ണും. യുദ്ധം കഴിഞ്ഞ ഉടനെ തന്നെ വോയ്ടെക്കിനെ അവർ അവരുടെ ഹീറോ ആക്കി മാറ്റി. യുദ്ധത്തിൽ സഹായിച്ചതിന്റെ സ്മരണാർത്ഥം 22nd ട്രാൻസ്പോർട്ട് കമ്പനി അവരുടെ ലോഗോയിൽ ഷെല്ലുകൾ ചുമന്നുകൊണ്ടു പോകുന്ന വോയ്ടെക്കിന്റെ ചിത്രം ഉൾപ്പെടുത്തി. യുദ്ധത്തിന് ശേഷം 1947 വോയ്ടെക് മിലിറ്ററി വിടുമ്പോൾ കോർപ്പറൽ എന്ന ഉയർന്ന റാങ്കോട് കൂടിയാണ് വിടവാങ്ങിയത്. പിന്നീട് എഡിൻബർഗിലുള്ള മൃഗശാലയിലേക്ക് വോയ്ടെക്കിനെ മാറ്റി. 1963 21-ാം വയസ്സിൽ വോയ്ടെക് ലോകത്തോട് വിട പറഞ്ഞു. വോയ്ടെക്കിന്റെ സ്മരണാർത്ഥം രാജ്യം മുഴുവൻ സ്മാരകങ്ങൾ ഉയർന്നു. ഒരു യഥാർത്ഥ സൈനികൻ ലഭിക്കുന്ന എല്ലാ ആദരവോടും കൂടിയായിരുന്നു വോയ്ടെക്കിന്റെ വിടവാങ്ങൽ.